അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് ഒത്തിരിയേറെ എൻട്രൻസുകൾ എല്ലാം ഇൻ്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈശോയെ. ജോലിക്കായാലും പഠനത്തിനായാലും ഇൻ്റർവ്യൂവിൻ്റെ കൂടെ കർത്താവ് കുറേ ആശയോടും പ്രതീക്ഷയോടും കൂടി ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റ് എങ്ങനെയെങ്കിലും കർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു, എന്നാലും ദൈവമേ നീ വിചാരിച്ച എന്നെ താങ്ങി നിർത്താൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്ക് നിൻ്റെ സാന്നിധ്യം കൊടുത്തവർ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. എൻ്റെ കർത്താവെ, ചെറിയ കടകളൊക്കെ നടത്തുന്നവർ ഈശോയെ വല്ലാതെ വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ.
അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തവരുടെ മകനെ മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമേ ഉള്ള അമ്മേ. അതെല്ലാ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾക്കാരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതികമായ പ്രപഞ്ചത്തിലെ കാലാവസ്ഥ ഭേദങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ കാലാവസ്ഥ ദൈവാഭിമുഖ്യത്തിലേക്ക് ചില സമയത്ത് ദൈവാഭിമുഖ്യത്തിൻ്റെ അടയാളം കാണിച്ചു തുടങ്ങും. ഇത് നമ്മൾ ശ്രദ്ധയോടെ ഈ ടൈം ക്യാച്ച് ചെയ്യേണ്ടതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാലേ, ഇപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുകയും അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ എങ്ങനെ ശാന്തമായിരുന്നാലും തിരക്കായിരുന്നാലും ചില സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നണമെന്ന് വിചാരിച്ചോ, ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യും? ഇന്ന് സന്ധ്യക്ക് നേരത്തെ പ്രാർത്ഥിക്കാം എന്നല്ലേ നിങ്ങൾ പറയണം. അങ്ങനെയല്ലത് ശരിക്കും പറഞ്ഞാൽ. ഈ ദൈവാനുഗ്രഹം നമുക്ക് തരാൻ നേരത്തെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനത് അറിയാൻ പറ്റും. അപ്പോൾ ആത്മാവ് അതിൻ്റെ അടയാളം കാണിക്കും. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കും. അപ്പോഴേ എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയണത്, ഇൻ കേസ് നിനക്ക് എവിടെ ബോട്ടിലാണ്, വള്ളത്തിലാണ്, വണ്ടിയിലാണ്, വാഹനത്തിലാണ്, ഓഫീസിലാണ്, എവിടെയാണ് നിനക്ക് എപ്പോഴാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നണത്, അത് നീ മാറ്റിവെക്കരുത്. അത് പ്രേതൻ്റെ അലോട്ട് ടൈമാണത്. നീ നാളെ ചിലപ്പോൾ ദൈവസമാഗമത്തിന് നിൻ്റെ ഒരു ടൈം ഫിക്സ് ചെയ്യും. പക്ഷെ ആ ദൈവം അപ്പോഴ് അതർ ലൈനിലുണ്ടാവണം നിർബന്ധമില്ല. ദൈവം ലൈനിലുള്ളപ്പോൾ, അവൻ അടുത്തുള്ളപ്പോൾ തന്നെ അന്വേഷിക്കുമെന്ന് പറയത്തില്ലേ, അതാണിത്. യെശയ്യാ 55:6. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, അതന്നെ, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അതായത് നിനക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, ഒരു ദൈവവിചാരം തോന്നുന്നത്, പ്രാർത്ഥിക്കാൻ തോന്നുന്നത് നിർബന്ധമില്ല, ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മ തോന്നിയാൽ മതി. അതാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നീ എവിടെയാണെങ്കിലും അപ്പോഴൊരു നിമിഷം മൗനമായിട്ട് ദൈവത്തെ അനുസ്മരിക്കണം. ചിലപ്പോൾ നന്ദി പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട, ഇപ്പം എന്നെ ഓർപ്പിച്ചതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഒരു നിമിഷം മൗനമായി ദൈവത്തിൽ ലയിച്ചിരുന്നാലും മതി, കണ്ണുകളടച്ച് ശാന്തമായിരുന്നാലും മതി. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ടൈം അപ്പോൾ തന്നെ അറിയാലോ. അതായത് ചില സമയത്ത് നേരെ ഓപ്പോസിറ്റും വരാം. അശ്വനിപാതം പോലെ നിലച്ചെറിയ സമയത്ത് ചില അസ്വസ്ഥതകൾ വരും. അപ്പോഴും നമ്മളവർക്ക് നമുക്കെന്തോ കാലക്കേട് വന്നല്ലേ, ഇന്ന് ആരെയും കണി കണ്ടുകൊണ്ടാണ് ഇറങ്ങിയതെന്ന്. അതൊക്കെ ദൈവത്തെ അറിയാൻ പാലാത്തവർ അങ്ങനെ പല വിഡ്ഢിവേഷങ്ങളും പറയും. പക്ഷേ ദൈവബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് നെഗറ്റീവ് അന്തരീക്ഷത്തിലൂടെയും ദൈവസാന്നിധ്യം ഉണ്ടാകും. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് 24:32 എടുത്തേ, മത്തായിയുടെ സുവിശേഷം. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോഴേ വേനൽക്കാലം പിന്നെ ചൂടല്ലേ, ഈ ചില സമയത്ത് തണല് പോവുകയെ, തണലിന് ഒത്തിരിയേറെ പ്രാധാന്യം ഉള്ളൊരു ദിവസമാണല്ലോ വേനൽക്കാലം. നമ്മൾ വഴിയെ പോകുമ്പോൾ തണൽ തേടിയില്ലേ ആൾക്കാർ പോണത്. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ തണലിലൂടെയാണ് പോണത്. കാരണം 12 മണിക്ക് 1 മണിക്കൊക്കെ ഊണ് കഴിക്കാൻ വീട്ടിലോട്ട് വരുമ്പോൾ നല്ല വെയിൽ, സാധാരണ വഴി നല്ല വെയിലായിരിക്കും.
അപ്പോൾ തെങ്ങിൻ്റെ തടം നോക്കി തണൽ നിർത്തി പോകും. വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തണൽ തേടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് വേണം, ആരെങ്കിലും ഒന്ന് സംസാരിക്കണം, ആരോടെങ്കിലും നിങ്ങളുടെ ഈ സങ്കടം ഒന്ന് പറയണം, ഒന്ന് ഷെയർ ചെയ്യണം, ഒരു തണൽ വേണമെന്ന് പറയണത് അതാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. പക്ഷേ വേനൽക്കാലത്ത് വേറെ പ്രത്യേകത, നിങ്ങൾ പറയുന്ന ആളിൽ നിന്നല്ലായിരിക്കും ഇതിന് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പോണത്. അടുത്ത വചനം വായിച്ചേ. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ വേനൽക്കാലത്തിന് അടയാളം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. അപ്പൊ ദൈവത്തിന്റെ വരവാണ് വേനൽക്കാലം. ഇപ്പൊ നമ്മളൊക്കെ വേനൽക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് തണൽ നഷ്ടപ്പെട്ടു, ഒരു തണലിന് വേണ്ടി നമ്മൾ കെഞ്ചുന്നു, ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, നമ്മുടെ ദുഃഖഭാരങ്ങളൊന്ന് ഇറക്കി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഓർക്കും. പക്ഷേ വേണ്ടത് ആരെയാണ് ശരിക്കും പറഞ്ഞാൽ? വേണ്ടത് ദൈവത്തെയാണ്. ദൈവം നമ്മളെ സന്ധിക്കാനും സംരക്ഷിക്കാനും വാതിൽക്കൽ നിൽക്കുമ്പോഴാണ് നമുക്ക് വേനൽക്കാലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവേചിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും നെഗറ്റീവായിട്ട് സംഭവിക്കുന്നില്ല, എല്ലാം പോസിറ്റീവ് തന്നെയാണ്, മനസ്സിലാക്കുന്നതിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലെ ഒരു തണൽ തേടുന്ന മനസ്സ് തണൽ കൊതിക്കുന്ന ഒരു സമയം വന്ന കർത്താവ് അടുത്തുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം. പേര് സോഫിയ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2020 ജനുവരിയിലാണ്. അതുമായിട്ട് തന്നെ മാതാവിന് ഇത് ഈ കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച് ഈ പുണ്യഭൂമിയിൽ 4ാമത്തെ പ്രാവശ്യം സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സാക്ഷ്യം ഇതെൻ്റെ മോള് സെലസ്റ്റാണ്. ഞങ്ങൾ ദുബായിലാണ് 27 വർഷമായിട്ട്, ഹസ്ബൻഡും 2 മക്കളും. ഹസ്ബൻഡ് ബോംബെയിൽ ജനിച്ചു വളർന്നതാണ്. അധികം വിശ്വാസത്തിലല്ല, കാര്യം ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിലേ ഉള്ളൂ. കുട്ടികൾക്കും അതുകൊണ്ട് അവർ ദുബായിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് ആ രീതിയാണ് ഒരു അടിച്ചുപൊളിച്ച ലൈഫ്. അങ്ങനെ വിശ്വാസവും പ്രാർത്ഥനാ ലൈഫൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ 2020 മുതൽ സ്ഥിരമായിട്ട് മാതാവിൻ്റെ ഭക്തയാണ്. അപ്പം ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടി മുതൽ ഇപ്പോൾ ഇന്ന് 12ാമത്തെ ഉടമ്പടി പുതുക്കിയത്. എല്ലാ ഉടമ്പടിയിലും വെച്ചിരുന്ന നിയമങ്ങളാണ് ഇവരുടെ 3 പേരുടെയും മാനസാന്തരം. അതിൽ ഇവരുടെ മാനസാന്തരം ഇപ്പം മനപരിവർത്തനം എന്ന് പറയാം, അത് സാധിച്ചു കിട്ടി. അതിൽ മാതാവിൻ്റെ പല സമയത്തായിട്ട് മാതാവിൻ്റെ ഇടപെടലുണ്ടായി. അതൊന്ന് വിവരിക്കാനാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ 2021 അവൾ USA-ൽ 2017 USA-ൽ ഗ്രാജുവേഷൻ പോയി. 4 വർഷത്തെ ഗ്രാജുവേഷൻ 2021 കംപ്ലീറ്റ് ചെയ്തു. 21 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 months ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ ബാക്കി അവിടെ ഒരു 2 years അവിടെ സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി കുറേ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം വിസ തീരാറായി താനും. അപ്പം നമ്മൾ കറക്റ്റ് സമയത്തിനുള്ളിൽ പോന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ലീഗൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി പാക്ക് ചെയ്ത് പോന്നോളൂ, ദുബായിലേക്ക് പോന്നോളൂ. അപ്പം പാക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ ഓൾറെഡി ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ ഇത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ മാതാവ് അവൾക്കൊരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഓഫർ കൊടുത്തു. അവൾ അവിടെ അത് കണ്ടിന്യൂ ചെയ്ത് US-ൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അത് ആദ്യത്തെ അത്ഭുതം അവളുടെ ജീവിതത്തിലൊരു ഇടപെടലായിരുന്നു. 2022 അവൾ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടി കാനഡയിലേക്ക് പോയി. അഡ്മിഷൻ കിട്ടി, പോയിട്ടില്ല, ഞങ്ങൾ ദുബായിൽ ആയിരുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടി. പക്ഷേ വിസ വരുന്നുണ്ടായിരുന്നില്ല. സാറിന് 3 ആഴ്ച കൊണ്ടൊക്കെ വിസ കിട്ടേണ്ടതാണ്. പക്ഷേ 2-2.5 മാസമായിട്ടും വിസ കൈ കിട്ടുന്നുണ്ടായിരുന്നില്ല. വളരെ ടെൻഷൻ അടിച്ച് പിന്നെ ഒടുവിൽ ഞങ്ങൾ ഇവിടെ വന്നു. ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛന് തലയിൽ കൈവച്ച് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 2ാമത്തെ ദിവസം അവൾക്ക് വിസ വന്നു. അപ്പോൾ അത് അവളുടെ ജീവിതത്തിലൊരു വലിയൊരു ഇതുപോലെ തോന്നി. അവളുടെ ഡബിൾ വിശ്വാസം പതുക്കെ വരാൻ തുടങ്ങി, പ്രത്യേകിച്ചും കൃപാസന മാതാവിലും. അതിനുശേഷം 2024 മാസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കാനഡയിൽ നിന്ന് വീണ്ടും ഈ ഇൻറ്റേൺഷിപ്പ് 3 months എങ്കിലും മിനിമം ഇൻറ്റേൺഷിപ്പ് ചെയ്താൽ മാത്രമേ അവർക്ക് വർക്ക് പെർമിറ്റ് 3 years വർക്ക് പെർമിറ്റ് കിട്ടും കാനഡയിൽ. പക്ഷേ അതിന് ഈ 3 months ഇൻറ്റേൺഷിപ്പ് മസ്റ്റാണ്. പക്ഷേ അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു ഏപ്രിൽ മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഒരു 10, 100, 200 ആയി. ഒരൊറ്റ റെസ്പോൺസ് പോലും, മറുപടി പോലും കിട്ടുന്നില്ല. അതപ്പോൾ ഭയങ്കര ടെൻഷനായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ അവളുടെ June 22 അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ അറ്റ്ലീസ്റ്റ് അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടെങ്കിലും ഒരു കോളെങ്കിലും, ഒരു ഇൻ്റർവ്യൂ കോളെങ്കിലും കൊടുക്കാൻ വേണം. അപ്പോൾ June 22 നൈറ്റിലായപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂ കോള് അവളുടെ മെയിലിലേക്ക് വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇൻ്റർവ്യൂ നടന്നു, പക്ഷേ അത് റിജക്റ്റായി. അപ്പം ഞാൻ
ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, അതിൻ്റെ അർത്ഥം മാതാവ് ഇതിലും നല്ലത് എന്തോ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ജൂലൈ അവസാനമായപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കൽ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ആൾ, ഭയങ്കരമായിട്ട് സങ്കടമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, ഞാൻ കൃപാസന മാതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, നീ നോക്കിക്കോ നിൻ്റെ കയ്യിൽ 3 ഓഫർ ലെറ്റർ കിട്ടിയിരിക്കും, അതും നല്ല മാതാവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള, കൃപാസന മാതാവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ല നല്ല കമ്പനികളിൽ നിന്നുള്ള ഓഫർ ലെറ്റർ. അതും നിനക്കപ്പോൾ ചോയ്സ് ഉണ്ടാവും ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും. ആ രീതിയിലുള്ള ഓഫർ ലെറ്റർ ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. ഈ 4-5 മാസത്തിൽ വിഷമിച്ചോ അത്രയും നിനക്ക് സന്തോഷമുള്ള ജോലി ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്ന്. പറഞ്ഞതുപോലെ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ അവൾക്ക് ആദ്യത്തെ ഒരു ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്റർ കിട്ടി. അടുത്തത് 2 ദിവസത്തിനുള്ളിൽ തന്നെ വേറെ അടുത്ത 2 കമ്പനികളിൽ നിന്ന്. അങ്ങനെ മൊത്തം 3 ഓഫർ ലെറ്റർ 2 ആഴ്ചക്കുള്ളിൽ അവിടെ കൈ കിട്ടി. 3ഉം എല്ലാം തന്നെ ഗവൺമെൻറ്റിനെന്ന് പറയാം. മൂന്നാമത്തേത് ഒരു ബാങ്കോവർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ജോലിയായിരുന്നു. അപ്പോൾ അത് മാതാവിനോട് ചോദിച്ചിട്ട് ആ ജോലി അക്സെപ്റ്റ് ചെയ്തു. അത് ആക്ച്വലി അത് 3 മന്ത്സിൻ്റെ ഇൻറ്റേൺഷിപ്പായിരുന്നു. അപ്പോൾ ആ 3 മന്ത്സ് ഇൻറ്റേൺഷിപ്പ് അവർ വീണ്ടും ഇനി ഒരു 3 മന്ത്സിലേക്ക് കൂടി നീട്ടിക്കൊടുത്തു. കാരണം അങ്ങനെ വളരെ റെയറാണ് സംഭവിക്കുന്നത്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ആ ഇൻറ്റേൺഷിപ്പ് എന്നുള്ളത്. അത് 3 മന്ത്സിൻ്റെ ഡ്യൂറേഷനാണ്. പക്ഷേ അവർ കമ്പനിയുടെ റൂൾസിനെ വരെ മറികടന്ന് അതിന് പ്രത്യേക സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ടാണ് അവർക്ക് ഇൻറ്റേൺഷിപ്പ് നീട്ടിക്കൊടുത്തു. വീണ്ടും അത് കഴിഞ്ഞ് 2 പ്രാവശ്യം കൂടി ഇത് മൊത്തം 4 പ്രാവശ്യം അവർ ആ ഇൻറ്റേൺഷിപ്പ് നീട്ടി കംപ്ലീറ്റ് 1 ഇയർ ആയിട്ട് തികച്ച 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പോൾ ആ 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും അത് ചെയ്തു തന്നു. പിന്നെ അപ്പോൾ സെപ്റ്റംബർ 2024 മുതൽ വീണ്ടും ജോലി ഇല്ലാണ്ടായി. അപ്പോൾ ജോലിക്ക് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കാനഡ അത് ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം 6 മാസത്തോളം അവിടെ പിടിച്ചു നിന്നു ജോലിയൊന്നും ഇല്ലാണ്ട്. പിന്നെ ഒടുവിൽ ഞങ്ങൾ പറഞ്ഞു തിരിച്ച് ദുബൈയിലേക്ക് പോരെ, ദുബൈ ട്രൈ ചെയ്യണം. ദുബൈയിൽ വന്ന് അവിടെയും ട്രൈ ചെയ്തിട്ട് ഒരു 3.5 മാസത്തോളം ട്രൈ ചെയ്തിട്ട് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്നെങ്കിൽ ദുബൈയിലാണ് ഇനി അവൾക്ക് ആക്ച്വലി ആഗ്രഹം വെസ്റ്റേൺ കൺട്രിയിൽ എവിടെയെങ്കിലും സെറ്റിലാകുന്നതാണ്. പക്ഷേ അത് ദൈവത്തിൻ്റെ ഹിതം ഏതാണെന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം അതിനനുസരിച്ച് ഒരു ജോലി തരണം. ദുബൈയിലാണെങ്കിൽ ദുബൈയിൽ ഒരു ജോലി, അല്ലെങ്കിൽ കാനഡയിൽ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം ദുബായിലെ ഒരു കമ്പനിയിൽ നിന്ന് അവൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടി. പക്ഷേ അന്ന് വൈകിട്ട് തന്നെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാനഡയിൽ നിന്ന് 3 കമ്പനികളിൽ നിന്ന്, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ടോപ്പ് 4 കമ്പനികളിൽ ഒരെണ്ണം, പിന്നെ വേറെ ഒരു 2 കമ്പനികൾ, 3 കമ്പനികളിൽ നിന്ന് വീണ്ടും അവൾക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അത് മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 2-3 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂ, അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ അതോട് പറഞ്ഞു, ഏറ്റവും ആദ്യം ഓഫർ ലെറ്റർ തരുന്ന കമ്പനി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് നമ്മൾ എടുക്കും, അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു കമ്പനിയുടെ ജോലി ഓഫർ അക്സെപ്റ്റ് ചെയ്തു. അത് സെപ്റ്റംബർ 8-ാം തീയതി അവൾ ജോയിൻ ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ദുബായിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നിബന്ധനകളിലെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് ബോംബെയിലേക്ക് 5-8 പല ഭാഷകളുള്ളത് മേടിച്ചയക്കും. ഞാൻ ദുബായിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം കുറേ മേടിച്ചയക്കും. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ ഹസ്ബൻഡ് എൻ്റെ എയർലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇൻ്റർനാഷണൽ ടൂർസ് നടത്താറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിയറ്റ്നാമിൽ പോയപ്പം, വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ശരിക്കും ചൈനീസ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. കൂടുതൽ ഒരു ദൈവത്തിനോടുള്ള യാതൊരു ഒരു എത്തിസ്റ്റമായിട്ട് കൂടുതലുള്ള കൺട്രിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് 4 പത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് ഈ 4 കൃപാസനം പത്രം അവിടുത്തെ മണ്ണിൽ വിതരണം, ഇത് എന്ന് പറഞ്ഞാൽ 4 വിത്തായിട്ട്, ദൈവവചനത്തിൻ്റെ വിത്തായിട്ട് ആ മണ്ണിൽ പോയി എനിക്ക് വിതരണം, അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര എല്ലാത്തിനും വിശ്വാസമില്ല. ഇങ്ങനെ പത്രം കൂടെ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും വഴക്കിടും. അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഹസ്ബൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ചാൻസും കിട്ടുന്നില്ല. എപ്പം വെളിയിൽ ഇറങ്ങിയാലും ഞാനൊരു ചാൻസ് കിട്ടാൻ നോക്കുകയാണ് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പ്ലസ് വിയറ്റ്നാമിൽ അങ്ങനെ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങനെ ഇംഗ്ലീഷ് പറയുന്നില്ല. അവിടുത്തെ ലോക്കൽസ് അത്ര ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് പറയത്തില്ല. അപ്പോൾ എനിക്ക് പറയാനൊരു ചാൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ 5 ദിവസത്തെ യാത്ര കഴിഞ്ഞ് വരുന്നതിൻ്റെ തലേന്ന് വൈകിട്ട് ഹോട്ടൽ റൂമിൽ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു വെയിട്രസ്സാണ്, ഒരു ലോക്കലായിട്ടുള്ള അവിടുത്തെ വിയറ്റ്നാമി ഒരു പെണ്ണാണ് കൊണ്ടുവന്നത്. അപ്പം എൻ്റെ കൃപാസനം, ഞാൻ എവിടെ പോയാലും കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുപോകും. ആ ഫോട്ടോ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെണ്ണ് ഫുഡ്
ഫുഡിൻ്റെ ട്രേ ടേബിളിലേക്ക് വെക്കാൻ നേരത്തെ മാതാവിനെ കണ്ടു. അപ്പോൾ അവൾ ഉടനെ പറയുകയാണ്, ഹോ മമ്മ മേരിന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തു. കാരണം ഈ കൃപാസന മാതാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ളവർക്ക് അറിയാം, പക്ഷേ ഇങ്ങനെയുള്ള വിയറ്റ്നാം പോലുള്ള കൺട്രികൾ അത് മാതാവാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവളൊരു ക്രിസ്ത്യനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ആ സമയം കൊണ്ട് ഹസ്ബൻഡ് ആക്ച്വലി ബാത്റൂമിലായിരുന്നു. അപ്പോൾ എനിക്കൊരു ചാൻസ് ആയിട്ട് പെട്ടെന്ന് എനിക്ക് ഉൾവിളി തോന്നി. ഞാൻ ചാടി എൻ്റെ ബാഗിൽ നിന്ന് പത്രം എടുത്തു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് മുറി ഇംഗ്ലീഷിലൊക്കെ അവർക്ക് ശരിക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ചോദിച്ചു, നീ ക്രിസ്ത്യനാണ്? അപ്പോൾ പറഞ്ഞു, അതെ, ഞങ്ങൾ വളരെ കുറച്ച് പേര് അവിടെ ക്രിസ്ത്യനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ ഒരു മാതാവ് ഇങ്ങനെ ഒരു പ്രത്യക്ഷീകരണം ഇവിടെ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഈ മാതാവിന് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന മാതാവാണ്. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ പത്രം അത് ഇംഗ്ലീഷ് പത്രമായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ ഇത് വായിച്ചിട്ട് നിങ്ങളുടെ അവിടെ മാസത്തിൽ ഒരിക്കലെങ്ങാണ്ട് ഒരു ഫാദർ എവിടുന്ന് വരും, അങ്ങനെ കുർബാനയായിട്ടൊന്നുമില്ല, ഒരു ചെറിയ സർവീസ് എങ്ങാണ്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സമയത്ത് നീ ഇത് വായിച്ചിട്ട് നിൻ്റെ ഫ്രണ്ട്സിന് വായിച്ചു കഴിഞ്ഞിട്ട് നിൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതിനുശേഷം അവരോട് പറയണം, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കുമായിട്ട് അത് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ USA പോയപ്പോഴും അവിടെ ഇങ്ങനെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ വെളിയിൽ ഈ യഹോവ സാക്ഷികൾ, വിറ്റ്നസ്സസ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഇതിൽ കുറേ ഒരു ഗ്രൂപ്പുകളാണ് ഇവിടെയുണ്ട്. അതിൻ്റെ യഹോവ സാക്ഷികൾ അവരിങ്ങനെ ഒരു സ്റ്റാൾ മാതിരി ഇട്ടിട്ട് ചെറിയൊരു ബോർഡിൽ കുറേ പൗച്ചസും അതിൻ്റെ അകത്ത് കുറേ പാംപ്ലെറ്റ്സും അവരുടെ ഈ ബൈബിളിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പം ചെറിയ ഷോർട്ട് കോഴ്സുകളൊക്കെ അവർ ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്നു. ഞാൻ ചോദിച്ചു, ഞാനപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു ഈ മാതാവിൻ്റെ പ്രത്യക്ഷം. എനിക്കറിയാം അവർ മാതാവിൽ വിശ്വസിക്കും. ഞാൻ ചോദിച്ചു, ഡു യു ബിലീവ് ഇൻ മദർ മേരി? അപ്പം വിശ്വസിക്കുന്നുണ്ടോയെന്ന് അമ്മയില്ല. അപ്പോൾ പറഞ്ഞു, മദർ മേരി ജീസസിൻ്റെ അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം, അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലാന്ന്. അപ്പം ഞാനിങ്ങനെ ഇവിടുത്തെ പ്രത്യക്ഷീകരണം സംഭവിച്ച കാര്യം, അതിൻ്റെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പത്രം കൊടുത്തു. ഞാൻ പറഞ്ഞു, പത്രം നിങ്ങളുടെ ഈ ഇരിക്കുന്ന സ്റ്റാൻഡിൻ്റെ കൂടെ വെക്കാൻ പറ്റുമോ? നിങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോൾ അവർ പറഞ്ഞു, സോറി, അത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, വേറെ ഒന്നും വേണ്ട, നിങ്ങൾ പറയുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അവിടെ വെച്ചാൽ മതി, ആരെങ്കിലും കണ്ടിട്ട് അത് എടുക്കുവാണെങ്കിൽ എടുക്കട്ടെ, അല്ല അത് അവരുടെ എഗൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു, അതങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കാനഡയിൽ ഞാൻ പോയപ്പോഴും അവിടെ നോട്ടർഡാം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചേർച്ചുണ്ട്. എനിക്ക് അവിടെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ചാൻസ് കിട്ടിയില്ല. പക്ഷേ അവിടെ ഈ റിലീജിയസ് ആർട്ടിക്കിൾസൊക്കെ വെക്കുന്ന ഒരു ചെറിയ സ്റ്റോൾ മാതിരി ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കൊണ്ട് ആ ടേബിളിൽ ഈ മാതാവിൻ്റെ ഒരു 5-10 ഇംഗ്ലീഷ് പത്രം അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോന്നു. അതുപോലെ തന്നെ കോയമ്പത്തൂർ ഒരിക്കൽ പോകാൻ ചാൻസ് കിട്ടിയപ്പോൾ അവിടെ ഇംഗ്ലീഷ് പത്രം, തമിഴ് എനിക്ക് കുറച്ച് അറിയാവുന്നതാണ്. അപ്പം ഇംഗ്ലീഷ് പത്രം ഞാൻ അവിടെ പള്ളിയിൽ കുറച്ച് ആ സ്റ്റോളിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിലേൽപ്പിച്ചു. തമിഴ് പത്രം പള്ളിക്ക് ചുറ്റും ഒരു കുറേ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റോഞ്ച് ഹിന്ദുക്കളായിട്ടുള്ള പൂജകൾ കടയിൽ വെച്ച് തന്നെ നടത്തുന്ന അങ്ങനത്തെ ഭയങ്കര ഹാർഡ് കോറായിട്ടുള്ള ഹിന്ദുക്കളുടെ കടകളിൽ ഒരു പെട്ട് പാത്രം ഞാൻ ഒരു 3-3.5 മണിക്കൂർ എടുത്ത് തമിഴിൽ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഇത് സ്റ്റാർട്ടിങ് പോലെ തന്നെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തു. സാക്ഷ്യങ്ങളുടെയൊക്കെ സ്ക്രീൻഷോട്ട്, പ്രത്യേകിച്ച് ഇവിടുത്തെ കുറച്ച് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷിൻ്റെ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ചാനലുണ്ട്, കൃപാസന ഇൻ്റർനാഷണൽ, അതിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് മണീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇടയ്ക്ക് കേൾപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള സാക്ഷ്യങ്ങളുടെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു, ഡോക്ടേഴ്സിൻ്റെ, എൻജിനീയേഴ്സിൻ്റെ. അങ്ങനെ അവരെ കൺവിൻസ് ചെയ്ത് ആ ഒരു കെട്ട് മാത്രം ഒരു 3-3.5 മണിക്കൂർ എടുത്ത് ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ കൂടുതൽ വരുമ്പോഴൊക്കെ ഇവിടെ ഒരു ഹൗസ് ഓഫ് ചാരിറ്റി ഉണ്ട്, ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഹൗസ് ഓഫ് ചാരിറ്റിയിൽ നമ്മൾ ഇൻമേറ്റ്സിനെ കുളിപ്പിക്കാനോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, അവരെ തീറ്റിക്കും, ഏത് ജോലിയും, പാത്രം കഴുകും, കുറേ ജോലി. അതുപോലെ തന്നെ ഒരിക്കലും ഓൾഡ് ഏജ് ഹോമിൽ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു 3 പേർക്ക് ഇവിടെ വരണമെന്ന് കൃപാസനത്തിൽ. അവർക്ക് ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ്, ആരും ഇല്ല കൊണ്ട്. അപ്പം ഞാൻ വണ്ടിയിൽ ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അപ്പം ഞാൻ അവരുടെ മാനേജർ സംസാരിച്ചിട്ട് എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നു, വണ്ടിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അവരെ ആ വെളിയിലായിരുന്നു അവരെ ഇരുത്തിയത്, ഞാനിവിടെ ഫ്രണ്ടിൽ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇവരെങ്ങനെ വല്ല ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കാലിയായിരുന്നു, ആ പുറകിൽ അങ്ങേ അറ്റത്ത് ആരോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആരോ പുറകിൽ വന്നിരിക്കുമ്പം നല്ലൊരു പെർഫ്യൂമിൻ്റെ ഇത് സ്മെല്ല് പോലെ തോന്നി പെട്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ആരോ വന്നതാന്ന് പറഞ്ഞ് പുറകിലോട്ട്
തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അത് അമ്മ മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ഒരിക്കലും രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല, അമ്മയുടെ കൂടെ കൊന്ത ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഒരു രാത്രി 2 മണിയായപ്പോഴത്തേക്കും പെട്ടെന്ന് മുറി മുഴുവനും മഞ്ഞോട് മൂടി, കോടമഞ്ഞ് മാതിരി. എന്നിട്ട് മുറി മുഴുവൻ സുഗന്ധാഭിഷേകം, പല പെർഫ്യൂമുകളും കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന ഒരു സ്മെല്ല്. അത് അപ്പം ഞാൻ ഇതിനു മുമ്പ് എനിക്ക് സുഗന്ധാഭിഷേകം ഒത്തിരി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതെല്ലാം ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, കൃപാസന അമ്മയാണോ വന്നിരിക്കുന്നതെങ്കിൽ അമ്മ ഉടനെ പോകരുത്, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം കുറച്ച് നേരത്തേക്കെങ്കിലും. അപ്പോൾ ആ മണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസ്പെൻസറിയിൽ നിന്ന് ഇങ്ങനെ ഡിസ്പെൻസർ വെച്ചിട്ട് ഇങ്ങനെ പഫ് അടിക്കുന്നില്ലേ, അതുമാതിരി ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ എന്തെങ്കിലും ഫെയ്ഡ് ആകുമ്പോഴത്തേക്കും വീണ്ടും അതിങ്ങനെ സ്ട്രോങ് ആയിട്ട് പഫ് അടിക്കുന്ന മാതിരി വരും. അങ്ങനെ രാത്രി ഒരു 2 മണി മുതൽ വെളുപ്പിന് ഒരു 4:30 വരെ മുറി മുഴുവനും മഞ്ഞോ ഇതുപോലത്തെ ഒരു അനുഭവം. അതുപോലെ തന്നെ ബാക്കിയുള്ള എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളെല്ലാം ഈ രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ മോളെ അനുഗ്രഹിച്ചതിനു ഞാൻ നന്ദി പറയും. എത്രയും വേഗം എൻ്റെ ബാക്കി 2 കുടുംബാംഗങ്ങളും കൂടെ അവർക്ക് വേണ്ടി കൂടി ഇതുപോലെ സാക്ഷ്യം പറയാൻ ദൈവം മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുകയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 17-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് അങ്കമാലിയിൽ നിന്നുള്ള സിജു എന്ന ഒരു സഹോദരൻ്റെ വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണ്. എൻ്റെ പേര് സിജു കാശപ്പള്ളി. ഞാൻ അങ്കമാലിക്കടുത്ത് ചമ്പന്നൂർ സെന്റ് റീത്താസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മരിയൻ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പരീക്ഷകളെ എങ്ങനെയാണ് വചനബന്ധിയായി, അതുമല്ലെങ്കിൽ സുവിശേഷ വിഹിതമായി നേരിട്ട് സമയച്ചുരുക്കത്തിനുള്ളിൽ സാക്ഷിയായി ഉയർത്തപ്പെടാം എന്ന് ഈ ഒരു സാക്ഷ്യത്തിലൂടെ സിജു നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. സ്വിറ്റ്സർലൻഡിലാണ് നമ്മുടെ സിജുവും കുടുംബവും താമസിക്കുന്നത്. സിജുവിനൊരു സഹോദരിയുണ്ട്. സഹോദരി അയർലൻഡിലാണ്. നാട്ടിൽ അപ്പനും അമ്മയും താമസിക്കുകയാണ്. ഇങ്ങനെ സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ വിദേശത്ത് ഇങ്ങനെ താമസിച്ചു വരുമ്പോഴാണ് ഇവരുടെ ഒരു സംസാരം, ഈ ആങ്ങളെയും പെങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു വലിയ വിഷയം, ഒരു നൊമ്പരമായി ഇവർ രണ്ടുപേരും പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം, ഒരു പ്രധാന സാഹചര്യം 2020-21 കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ, എൻ്റെ ചേച്ചിയും കുടുംബവും അയർലൻഡിലാണ്, ഞാനും എൻ്റെ കുടുംബവും സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത്. ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കോൺവെർസേഷൻ, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു സംഭാഷണം അവസാനിക്കുന്നത് അപ്പച്ചൻ്റെ ആത്മീയവും ഭൗതികവുമായ ഒരു മാറ്റത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ അവസാനിക്കുന്നത്. അതായത് കൊറോണയ്ക്ക് ശേഷം ദേവാലയത്തോട് വലിയ ആഭിമുഖ്യമൊന്നും കാണിക്കുന്നില്ല, കൂദാശ ജീവിതത്തോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഒപ്പം തന്നെ വീട്ടിലായിരിക്കുന്ന സമയത്താണെങ്കിലും കൂടുതൽ സമയം TV-യിലും ഒക്കെയാണ് സമയം ചെലവഴിക്കുന്നത്. ഒരുപാട് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒപ്പം തന്നെ ഈ നാട്ടിലായിരിക്കുന്ന അപ്പനും അമ്മയും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ല. അപ്പച്ചന് തണുപ്പ് വേണം, അമ്മച്ചിക്ക് തണുപ്പ് വേണ്ട. അപ്പോൾ ഒരാൾക്ക് AC വേണ്ട, ഒരാൾക്ക് AC വേണം, രണ്ടുപേരും 2 മുറിയിലാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ ഏറ്റവും അധികമായിട്ട് ആത്മീയമായിട്ട് ഒരു കുദാശ ജീവിതത്തിനുള്ളൊരു തീക്ഷ്ണത കാണിക്കുന്നില്ല. അതാണ് ഈ മക്കളുടെ വിഷമം. അപ്പോൾ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, മക്കളെ വിശ്വാസ തീക്ഷ്ണതയിൽ ദൈവത്തെ കൊടുത്ത് വളർത്തിയാൽ
മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും അവസാനം വരെ അഭിമാനിക്കാം. അതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടിയാണിത്. കാരണം ആ അപ്പനും അമ്മയും, അതായത് ഈ സിജു സാക്ഷ്യം പറയുന്ന സിജുവിൻ്റെ അപ്പനും അമ്മയും തീരെ ചെറുപ്പത്തിൽ തന്നെ ഈ മക്കളെ നല്ല വിശ്വാസ തീക്ഷ്ണതയിൽ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം അവരുടെ ജീവിതത്തെ അടിവേരോടുകൂടി ഇളക്കുന്നു എന്നുള്ളൊരു ചിന്ത അവർക്ക് കൊടുത്തത് തന്നെ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ വിശ്വാസ തീനാളമാണ്. അപ്പോൾ ഇവർ ഈ ആങ്ങളെയും മങ്ങളും ഈ ഒരു വിഷയം സംസാരിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്നത് ഇപ്രകാരമാണ്: ഇതിനെല്ലാത്തിനും എനിക്ക് ഒരു പരിഹാരം വേണം, ഒരു സൊല്യൂഷൻ വേണം. അതിനു വേണ്ടിയാ ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആ 6 നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതുന്നത്. നമുക്കറിയാവുന്ന പോലെ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് ഉടനടി ദൈവാനുഭവം കിട്ടുന്നൊരു പ്രാർത്ഥനയാണ്. കാരണം 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏത് കീറാമുട്ടിയായ വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അത് സമർപ്പിച്ചു കഴിയുമ്പോൾ ഉടമ്പടിയിൽ നിൽക്കുന്ന വ്യക്തി എന്തുമാത്രം തീക്ഷ്ണതയോടും വിശ്വസ്തയോടും കൂടിയിട്ടാണ് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ് ഈ ഒരു സമയ ചുരുക്കം ആ വ്യക്തി പ്രാപിക്കുന്നത്. അപ്പോൾ ഇവർ തീരുമാനിച്ചു മരിയൻ ഉടമ്പടി എടുത്ത് ഈ വിഷയം സമർപ്പിക്കാം. ഒന്നാമതായിട്ട് ഈ അപ്പൻ്റെ വിഷയം ആണ് ഈ സിജു സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സിജു വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എഴുതുന്നത്. മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവം ഈ സഹോദരനും ലഭിച്ചു. ആ നിയോഗം എഴുതി സ്നേഹമുള്ളവരെ 4-ാമത്തെ മാസം മുതൽ അപ്പച്ചനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അമ്മച്ചി വിളിച്ച് പറയും, അപ്പച്ചൻ്റെ ഓരോ കാര്യങ്ങൾ. ഞങ്ങളുടെ വീടിനടുത്ത് വിൻസെൻഷൻ സഭയുടെ ഹൗസുണ്ട്, അവിടെ വൈദികരുണ്ട്. അപ്പച്ചൻ അവിടെ പോയി കുമ്പസാരിക്കുന്നു. ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് കുർബാന, നൊവേനയുണ്ട്, ആരാധനയുണ്ട്. അപ്പച്ചൻ അതിൽ പങ്കെടുക്കുന്നു. പള്ളി ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾക്ക് കുടുംബത്തിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ പ്രകടമായ വ്യത്യാസങ്ങളാണ് ഈ അപ്പൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇവർ വീണ്ടും ഈ ആങ്ങളെയും പെങ്ങളും അയർലൻഡിൽ നിന്നും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയും, ഏതായാലും മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവം നമുക്ക് കിട്ടി. അപ്പോൾ ഇനി വരുന്നത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ആരാധനയിൽ പറയാറുള്ളത് പോലെ ഇനി വരുന്നത് ഒരു സഹനമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ഇവർ പരസ്പരം പറയുന്നൊരു വാക്കാണ്, ഇനി ഒരു സഹനമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ 4 മാസങ്ങൾക്ക് ശേഷമാണ് 2023 ഓഗസ്റ്റ് മാസമാണ് ഇവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ സഹോദരൻ. അതിനുശേഷം 4 മാസത്തിനുള്ളിൽ വലിയ പ്രകടമായ വ്യത്യാസങ്ങൾ അപ്പച്ചനിൽ കണ്ടു തുടങ്ങി. തുടർന്ന് വലിയൊരു സഹനം ഈ കുടുംബത്തെ തേടിയെത്തുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിച്ചു. അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് അപ്പച്ചൻ എന്നെയും ചേച്ചീനെ അന്വേഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഓരോ മുറികളിൽ കയറിയിട്ട് കബോർഡുകൾ തുറന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കലും കാണാത്ത ഒരു പെരുമാറ്റ രീതി. പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റും ചെയ്തു. അവസാനം CT സ്കാൻ ചെയ്തു. ഡോക്ടർ കൺഫേം ചെയ്തു അപ്പച്ചന് മൈൽഡ് സ്ട്രോക്കാണ്. ചികിത്സകളൊക്കെ ആരംഭിച്ചു. ഈ സഹോദരൻ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, 4 ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സാണ് എൻ്റെ അപ്പനെ ചികിത്സിച്ചിരുന്നത്. കാരണം തലയുടെ അസുഖമാണെന്ന് കരുതി ന്യൂറോ ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ സൈക്യാട്രി ഡോക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്കിന്നിൻ്റെ പ്രശ്നമാണ്, സ്കിൻ ഡിസീസിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജനറൽ മെഡിസിനിലെ ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് ചേർന്നാണ് ഈ അപ്പൻ്റെ ഈ രോഗത്തെ ചികിത്സിക്കുന്നത്. അപ്പം അത്രമാത്രം ഭീകരാവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു ഭവനത്തിൽ അവരപ്പൻ ഒരു വയലൻ്റ് അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം കൂടെ ആയിരിക്കുന്ന സഹോദരങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടും. അങ്ങനെ ഇവർ ഹോസ്പിറ്റൽ വാസം മുമ്പോട്ട് പോകുമ്പോൾ ഈ മകൻ ഒരു വാക്ക്, ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആ വിശ്വാസ പ്രഖ്യാപനം ഇപ്രകാരമാണ്: ഞാൻ അവരുടെ അടുത്ത് മറുതലിക്കാനോ അല്ലെങ്കിൽ
വിപരീതം പറയാനോ നിന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ. ഞാൻ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാ. ആ ഉടമ്പടിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാ. അതിലൊരു മാറ്റവും ഇല്ല. ഇതൊരു പരീക്ഷണോ, ഈ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിച്ചേ മതിയാകൂ. അതാ ഞാൻ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവപിതാവ് ഒരു വഴി ഈ മകൻ്റെ മുമ്പിലേക്ക് തുറന്നിടുകയാണ്. ഒന്നാമത്തെ വഴി അതിപ്രകാരമാണ്. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വചനം ഈ മകൻ്റെ ചെവികളിൽ മുഴങ്ങി കേൾക്കുകയായിരുന്നു. ആ വചനം ഏശയ്യ 30-ാം അധ്യായം 19-20 തിരുവചനമാണ്. അവിടുന്ന് നിന്റെ വിലാപ സ്വരം കേട്ടു, അത് കേട്ട് നിനക്ക് ഉത്തരമരുളി. കർത്താവ് നിനക്ക് ക്ലേശത്തിൻ്റെ ജലവും കഷ്ടതയുടെ അപ്പവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഉടമ്പടിയിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ്. അപ്പോൾ വിലാപസ്വരം കേട്ടു, നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് ഉത്തരമരുളുകയാണ്, വഴിയും നിനക്ക് കാണിച്ചു തരും. ഇതാണ് ദൈവപിതാവ് മുകളിൽ നിന്ന് ഈ മരിയൻ ഉടമ്പടിയിൽ ഇരുന്നു കൊണ്ട് വിശ്വസ്താപൂർവം മുന്നേറുന്ന ECG എന്ന മകന് ആദ്യത്തെ ഉത്തരം കൊടുക്കുന്നത്. ശേഷം പറയുന്നുണ്ട്, തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്ത സന്ദേശവും എനിക്ക് കിട്ടി. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നു. ഞാനൊന്നും മയങ്ങിപ്പോകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം, പരിശുദ്ധ കൃപാസന മാതാവ എൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു സെൻറ്റൻസാണ് എൻ്റെ ചെവിട്ടിലേക്ക് വരുന്ന, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ. നിനക്കൊരു വൈദികനെ വേണം, ഡെലിവറൻസ് പ്രയർ നടത്തുന്ന ഒരു വൈദികനെ വേണം. ഈ 2 സെൻറ്റൻസാണ് കിട്ടുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു വൈദികനെ കണ്ടുപിടിച്ചു. ഈ സഹോദരൻ പറയുന്നുണ്ട്, അതായത് 200 ഗ്രാം ക്യൂട്ടിപ്പിൻ ടാബ്ലറ്റ് മെഡിസിൻ കൊടുത്തിട്ട് പോലും ഉറങ്ങാത്ത അപ്പച്ചൻ അന്നത്തെ ഈ വൈദികൻ്റെ ഡെലിവറൻസ് പ്രയർ കഴിഞ്ഞ അന്നു മുതൽ ഒരു ഗുളികയും ഇല്ലാതെ ഈ അപ്പൻ ഉറങ്ങാൻ തുടങ്ങി. ഇതാണ് സമയച്ചുരുക്കത്തിൻ്റെ ആദ്യ അടയാളം ഈ ഭവനത്തിൽ നടക്കുന്നത്. രണ്ടാമതായിട്ട് ഈ സഹോദരൻ പറയുന്നുണ്ട്, ഈ അപ്പച്ചൻ്റെ ഫോട്ടോയുമായിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാനായിട്ട് കടന്നു വരികയാണ്. അപ്പൻ ആശുപത്രിയിൽ തന്നെയാണ്, അപ്പൻ ഉറങ്ങാൻ എന്നുള്ള ഒരവസ്ഥയിലായി. ഇങ്ങനെ ഈ അപ്പച്ചൻ്റെ ഫോട്ടോയുമായിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ ശക്തമായ സുഗന്ധാഭിഷേകം, വീണ്ടും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഈ മകന് അനുഭവവേദ്യമാവുകയാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ അന്ന് മുതൽ ഫോട്ടോയിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കുരിശ് വരച്ച് ഈ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ മകൻ്റെ അഭ്യർത്ഥന പ്രകാരം അന്ന് മുതൽ ഈ അപ്പച്ചൻ്റെ വയലൻ്റ് ബിഹേവിയർ പൂർണ്ണമായിട്ട് മാറി. വീണ്ടും 3ാമത്തെ സ്റ്റേജിലോട്ട് വരികയാണ്. 3ാമത്തെ സ്റ്റേജിൽ ഈ അപ്പനെ തന്നെയാണ് ഈ മകൻ കൃപാസനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ നേരിട്ടുള്ള കൈവപ്പ് ശുശ്രൂഷ ഈ അപ്പച്ചന് ലഭിക്കുകയാണ്. ആശുപത്രി വാസത്തിന് ശേഷം, ഡിസ്ചാർജ് ആയതിനു ശേഷം. ഈ മകൻ സാക്ഷ്യത്തിൽ പറയുന്ന പ്രകാരമാണ്, 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അന്ന് അപ്പച്ചനെ കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ ഈ ആൾത്താരയിൽ ഇരുത്തി ഈ നിന്ന് അപ്പച്ചനെ ജോസഫ് അച്ഛൻ ബ്ലെസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി. എൻ്റെ അപ്പന് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇന്ന് വളരെ ഉന്മേഷത്തോടു കൂടി, യാതൊരു പ്രശ്നവുമില്ലാതെ ഇന്ന് TV അവിടെ ഹാളിൽ ഓൺ ചെയ്ത് കിടന്ന എൻ്റെ അപ്പൻ നോക്കുക പോലുമില്ല. TV മാത്രം നോക്കിക്കൊണ്ട് TVയുടെ അഡിക്റ്റ് ആയിട്ടിരുന്ന അപ്പച്ചനാണ്. ഒപ്പം തന്നെ പറയുന്നുണ്ട്, ഇന്ന് ചൂടോ തണുപ്പോ AC പ്രശ്നങ്ങളൊന്നുമില്ല. ഈ അപ്പനും അമ്മയും ഒരേ മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു വയലൻ്റ് പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു വയലൻ്റ് ബിഹേവിയറും ഇപ്പോൾ ഈ അപ്പൻ കാണിക്കുന്നില്ല. അപ്പൻ നല്ല ശാന്ത സ്വഭാവമുള്ള വ്യക്തിയായി കൂദാശ ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണമായി മുന്നേറി ഞായറാഴ്ചകളിൽ ദിവ്യബലിയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടിയിട്ടാണ്, അപ്പനുമായി വന്നാണ് ഈ മകൻ ഈ വലിയ സാക്ഷ്യം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പ്രത്യേകമായിട്ട് ഓടി വന്നൊരു ചിന്ത എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് സമയച്ചുരുക്കത്തിൽ ഈ മകൻ്റെ ജീവിതത്തിൽ ഇത്ര അതിവേഗം കാലത്തെ ത്വരിപ്പിച്ച് ഈ ഉടമ്പടിയുടെ വലിയ അടയാളം
ദൈവപിതാവ് പ്രവർത്തിച്ചത്. അതിൻ്റെ കാരണം ഈ മകൻ ചെയ്ത വിശേഷവിധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ്. മകൻ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നൊരു മകനാണ്. അപ്പോൾ അതിൻ്റെ എണ്ണമിട്ട് അക്കമിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ മകൻ പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബമായാണ് ഞങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡിലാണ് ഈ കുടുംബമായി, അതായത് ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബമായാണ് ഇവർ ഈ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെ പറയുന്നുണ്ട്, ആരോരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അവർ സ്വിറ്റ്സർലൻഡിലായിരിക്കുമ്പോൾ PhD ചെയ്യുന്ന അച്ഛന്മാർ അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് പണം ഏൽപ്പിച്ച് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കുർബാന ചൊല്ലാൻ വേണ്ടി പണം കൊടുക്കും. അതുപോലെ തന്നെ ഓരോരോ അപകടങ്ങളൊക്കെ അഹമ്മദാബാദിൽ അപകടം പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഈ മകൻ പറയുന്ന പ്രകാരമാണ്: ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആത്മാക്കളെയും സമർപ്പിച്ച് ഞാൻ ആ ആഴ്ച ഈ കുർബാന പണം ഞാൻ ആ അച്ഛന്മാരെ ഏൽപ്പിച്ച് അവർക്ക് വേണ്ടി കുർബാന ചൊല്ലാൻ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇപ്രകാരം കുർബാന ചെല്ലുന്ന ദിവസം ഞാൻ അന്ന് ഉപവാസത്തിലായിരിക്കും. അങ്ങനെ ഈ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചാണ് ഈ മകൻ ഓരോ ദിവസവും ഓരോ സമയവും ആയിരിക്കുന്നത്. ഇങ്ങനെ വിശേഷവിധിയായി ചെയ്തപ്പോഴാണ് ഇത്ര ഭീകരമായിട്ടുള്ളൊരു വലിയ വിഷയം സമയച്ചുരുക്കത്തിൽ സാക്ഷ്യം പറയാൻ ഈ മകന് സഹായിച്ചത്. അത് വെളിപാട് 12:14 തിരുവചനമാണ്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി വൻ കഴുകൻ്റേതുപോലുള്ള ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ ഇതുപോലെ ചിറകുകൾ നൽകപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമയച്ചുരുക്കം പ്രാപിച്ച് സാക്ഷ്യത്തിലേക്ക് പറന്നുയരാൻ സാധിക്കുകയില്ല. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 2020 ശേഷം, അതായത് ഞാൻ കൃപാസനത്തിൽ വരുന്നത് 2012 എൻ്റെ 8 വർഷം പൂർത്തിയായ ഒരു വർഷമാണ് 2020. ആ സമയത്ത് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വലിയൊരു ടെസ്റ്റ് ടൈമായിരുന്നു എനിക്കത്. അതായത് ടെസ്റ്റ് ടൈം ഉദ്ദേശിക്കുന്നത് ദൈവവിളിയുടെ ഒരു സ്ഥിരീകരണ ടെസ്റ്റ് എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വലിയൊരു ടെസ്റ്റിലൂടെ ഞാൻ കടന്നുപോയി. ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായത്തോടു കൂടിയിട്ടാണ് ആ ടെസ്റ്റിൽ ദൈവപിതാവ് വിജയിപ്പിച്ചത്. അത് ഞാൻ ദൈവമാതാവിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണെന്ന് പറയാൻ കാരണം, ഈ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനും ഞാനുമായിട്ടൊരു പ്രാർത്ഥനാ കൗൺസിലിൽ ഇരുന്നപ്പോൾ അച്ഛൻ തന്നെയാണ് മെസ്സേജ് എടുത്തത്: ജോമോള് എപ്രകാരമാണ് ഈ ഒരു ടെസ്റ്റിൽ വീണു പോകാതെ വിജയിച്ചത്. അപ്പോൾ അന്ന് ഉത്തരമായിട്ട് ചാർട്ടിംഗ് മെസ്സേജിൽ വന്നത് ഇപ്രകാരമാണ്: ദൈവമാതാവിന് നിന്നോടുള്ള പ്രത്യേക ഇഷ്ടം കാരണമാണ് ഈ ഒരു ടെസ്റ്റിൽ നീ വിജയിച്ചത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടായി. അത് എൻ്റെ ജീവിതത്തിൽ നടന്നത് മാത്രമല്ല, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ജീവിതത്തിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ആത്മീയ പിതാവും എൻ്റെ സ്ഥാപക ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ജീവിതത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നടന്നു. അത് ഇപ്രകാരമായിരുന്നു: അച്ഛനൊരു ദിവസം ഒരു 9 മണി കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒരു 14 വയസ്സ് കഴിഞ്ഞൊരു പയ്യൻ, അതൊരു സ്വർഗീയ ദൂതനായിരുന്നു, അച്ഛൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ 9 മണി കിടക്കാൻ നേരമായതുകൊണ്ട് അച്ഛന് വ്യക്തമായിട്ട് ഈ ദൂതനെ കാണാം, ഈ വ്യക്തിയെ കാണാം. 14 വയസ്സുള്ള ഈ വ്യക്തി വന്നിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്: ജോമോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ്. ഈ 3 വാക്കാണ് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പോൾ ജോസഫ് അച്ഛൻ പിറ്റേ ദിവസമാണ് എന്നോട് ഇത് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് എന്നൊരു വേർഡ് വന്നേക്കണമുണ്ട്. ജോസഫ് അച്ഛൻ എന്നെ പിറ്റേ ദിവസം തന്നെ വിളിപ്പിച്ചിട്ട് മെസ്സേജ് എടുത്തു. എന്താണ് ഈ ദൂതൻ വന്ന് പറഞ്ഞിട്ട് പോയി? ജോമോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ്. അന്ന് എടുത്തൊരു മെസ്സേജ് പ്രകാരമാണ്. അന്നും ഇതുപോലെ ചാർട്ടിംഗ് മെസ്സേജ് എടുത്തു. അത് 2 മെസ്സേജാണ് അന്ന് വന്നത്. ഒന്നാമതായിട്ട് ജോമോളുടെ സന്യാസ ഭവനം നിലവിൽ വരും. രണ്ടാമതായിട്ട് അപ്പാരീഷൻ സഭ ഏറ്റെടുക്കും. അതാണ് ജോമോൾ ഈ പരീക്ഷണ ഘട്ടത്തിലായിരിക്കുന്നത്. അതാണ് ബ്ലാക്ക് എന്നുള്ളൊരു വേർഡ് പ്രത്യേകമായിട്ട് ദൈവം കാണിച്ചു തന്നത്. ജോമോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ്. ഈ പരീക്ഷണ ഘട്ടത്തിലൂടെ വിജയിക്കുന്നതിലൂടെ 2 കാര്യങ്ങളാണ് സ്വർഗം തുറന്നിടുന്നത്. 1, സന്യാസ ഭവനം നിലവിൽ വരും. 2, അപ്പാരിഷൻ സഭ ഏറ്റെടുക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ വലിയ കൊടിയ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവമാതാവിൻ്റെ കരം പിടിക്കാതെ
ഇതിൻ്റെ സമയച്ചുരുക്കം പ്രാപിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ ഒരു ദൈവവൈദ്യന് സാധിക്കുകയില്ല. കാരണം നമ്മളെ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ ദൈവമാതാവിനെ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഈശോ അന്ത്യശ്വാസം വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ ഓരോ ജീവിത പ്രശ്നങ്ങളിലേക്കും വിളിക്കുക എന്നുള്ളതാണ് മരിയൻ ഉടമ്പടി വഴി അർത്ഥമാക്കുന്നത്. അത് വൃത്തിയായി ചെയ്യുന്നവരാണ് എത്രയും വേഗം വന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. എൻ്റെ ഒരു ജീവിത അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഈ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ഞാൻ ശരിക്കും ഈ സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ടു പോകേണ്ടതായിരുന്നു. പക്ഷേ ദൈവമാതാവ് കരം പിടിച്ചത് കാരണമാണ് ഞാൻ ഈ സർപ്പത്തിൻ്റെ വായിൽ അകപ്പെടാതിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വലിയ കൊടിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ടെസ്റ്റിലൂടെ നമ്മൾ കടത്തിക്കൊണ്ട് പോകുന്നത്. ഈ സമയം ദൈവമാതാവിൻ്റെ കരം പിടിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന നമ്മൾ ചെയ്ത കാരുണ്യ പ്രവർത്തിത പ്രവർത്തനങ്ങളുടെ ആസ്തി ഇതെല്ലാം കണക്കിലെടുത്ത് ദൈവമാതാവ് പ്രത്യേകിച്ച് നമ്മളോട് കരുണ തോന്നും. അതാണ് ഈ മകനും പറയുന്നത്. ഈ മകൻ പറയുന്നുണ്ട്, ഏശയ്യ 30:19, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും, നിനക്ക് അവൻ ഉത്തരമരുളും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ആദ്യത്തെ വഴി പറഞ്ഞു കൊടുത്തു, ഡെലിവറൻസ് പ്രയർ. രണ്ടാമത്തെ വഴി പറഞ്ഞു കൊടുത്തു, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഈ അപ്പച്ചനെ കൊണ്ടുവരണം, ഫോട്ടോ ആയിട്ട് വരണമെന്ന്. മൂന്നാമത് ഈ അപ്പച്ചനെ തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പൂർണ്ണ സൗഖ്യമാണ് ഈ അപ്പന് കിട്ടുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ജീവിതത്തിൻ്റെ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലായിരിക്കുമ്പോൾ, ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെയും വിവിധ സഹന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരുമ്പോൾ എന്ത് വചന നിലപാടാണ് എടുക്കേണ്ടതെന്ന് ഈശോയെ പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട് ആലോചന തേടേണ്ടതെന്ന് ഈ ഒരു സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈശോയെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വചനബന്ധിയായ ഈശോ തീരുമാനമെടുക്കുവാൻ, സുവിശേഷ വിഹിതമായ തീരുമാനമെടുക്കുവാൻ, നിൻ്റെ ഹിതം മാത്രം ജീവിതത്തിൽ നിർവഹിച്ച് അനുവർത്തിച്ച് മുന്നേറുവാൻ ഈ ഒരു വലിയ ശുശ്രൂഷ വഴി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അധിക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവയും വരുന്നത് ഞാൻ 2021 നവംബർ 18 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ജോലി 4 വർഷത്തോളമായി ജോലിക്ക് ശ്രമിച്ചിട്ടും അവർക്ക് ജോലി കിട്ടാത്തതിനെ തുടർന്നായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തിട്ട് രണ്ടാമത്തെ പുതുക്കലായപ്പോഴത്തേക്കും എൻ്റെ മൂത്ത മകൾക്ക് കുവൈറ്റിൽ ജോലി കിട്ടി. ജോലിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ജോലിക്ക് ഇത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മാതാവിനോട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്ക് അവിടെ നല്ലൊരു സ്കൂളിൽ ജോലി ശരിയായി. അമ്മ അനുഗ്രഹിച്ചു. പിന്നെ അടുത്ത വർഷം 2023 ആയപ്പോഴേക്കും ഇളയ മകൾക്കും അവിടെ ജോലി കിട്ടി. അവളവിടെ ജോലി ചെയ്ത് 4 മാസം ആയപ്പോഴേക്കും അവൾ ജോലി ചെയ്തിരുന്ന കമ്പനി അവിടുത്തെ ഗവൺമെൻറ് ബാൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവളുടെ ജോലി നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവളുടെ ജോലിയെക്കുറിച്ച് വീണ്ടും നിയോഗം വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് അവിടെ മിനിസ്ട്രിയിൽ തന്നെ ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പിന്നീട് ഞങ്ങൾ 9 വർഷമായി വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് പോകുവാനായിട്ട് 26 വർഷത്തോളമായി നല്ലൊരു വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോക്കുകളും വരവുകളെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു അസുഖം വന്നാൽ തന്നെ നമുക്ക് ഒരു ആശുപത്രിയിൽ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ വീടിനായിട്ട് നിയോഗം വെച്ചുകൊണ്ടിരുന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ 9 വർഷത്തോളമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. ഈ വാടക കൊടുത്ത പണം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കൊരു വീട് വാങ്ങാമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു വീട് വാടകയ്ക്കാണെങ്കിൽ താമസിച്ച് മാറുമ്പോൾ ആ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന എത്രമാത്രം ശ്രമിച്ചാലും പല സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ മിസ്സാകും. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മേ നല്ലൊരു ഭവനം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി
ഈ മാർച്ച് മാസം 2025 മാർച്ച് മാസത്തിൽ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു വീട്, വഴി സൗകര്യത്തോടു കൂടിയ നല്ലൊരു ഇരുനില വീട് നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട് ഒരുപാട് നോക്കിയിട്ട് ഞങ്ങൾക്ക് വീട് കണ്ടെത്താൻ സാധിച്ചില്ല. വീട് അന്വേഷിച്ച് മടുത്തു. നമ്മൾ പറഞ്ഞ വിലയ്ക്കൊന്നും നമ്മൾക്ക് ഭവനം വാങ്ങുവാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, വീട് കാണുവാൻ പോകുവാനായിട്ട് എനിക്ക് വേറെ ആരുമില്ല, നന്നായി നോക്കി കണ്ടു അന്വേഷിച്ച് വാങ്ങാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് അമ്മ തന്നെ പോയി ഞങ്ങൾക്ക് വീട് കണ്ടെത്തി തരണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ പോയി വീട് കണ്ടു. ഞങ്ങൾ ചെന്ന് കണ്ട വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. അത് അമ്മ തന്ന വീടാണെന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിക്കാൻ കാരണം, ഞങ്ങളവിടെ ചെന്ന ആ വീടിൻ്റെ പെയിൻറ്റിങ് പോലും ഇവിടുത്തെ മെഴുകുതിരിയുടെ പച്ചയും നീലയും കലർന്ന നിറമായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചത് അമ്മ തന്നെ കണ്ടെത്തി തന്ന വീടാണെന്ന്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ, എനിക്കൊരിക്കലും എൻ്റെ യോഗ്യതയിൽ ഒരിക്കലും കിട്ടുന്ന ഒരു വീടല്ല അതൊന്നും. അമ്മയുടെ യോഗ്യതയാലും ഞങ്ങൾക്ക് തന്ന വീടിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പം അമ്മയ്ക്ക്, ഞങ്ങൾക്ക് മക്കൾക്ക് ജോലി ലഭിച്ചു അങ്ങനെ പറയാനേ അമ്മയ്ക്ക് അറിയുള്ളൂ. പക്ഷേ ആ ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ കടന്നുപോയ അത്ഭുതകരമായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മ പ്രാർത്ഥിച്ചു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുവൈറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പക്ഷേ കൊറോണ സമയമായിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങളുടെ ആ എൻ്റെ ജോലി പോയി 1 വർഷം നമ്മൾ ഒരുപാട് മാനസികമായിട്ടൊരു ഡിപ്രഷൻ, നിരാശ, എൻ്റെ ആ വേദനയൊക്കെ കണ്ടിട്ടാണ് അമ്മ നമുക്ക് ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം എന്ന രീതിയിൽ അമ്മ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ സങ്കടം കണ്ടിട്ടാണ്. അപ്പോൾ ആ സമയത്ത് കൊറോണ ടൈമിൽ എല്ലാ വിസയും കുവൈറ്റ് നിർത്തിവെച്ചായിരുന്നു. കാരണം കുവൈറ്റിലേക്ക് ഞാൻ പോകാൻ കാര്യം, നമുക്ക് പരിചയമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, ആൻറ്റി ഉണ്ട്, അങ്ങനെയാണ് കുവൈറ്റിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു വിസ മാത്രം കുവൈറ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, അത് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് പറ്റിയ ഫീൽഡൊന്നും അല്ല. എങ്കിലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്നതിലും നല്ലത് എനിക്ക് അവിടെ ചെല്ലാം, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ക്വാളിഫിക്കേഷന് പറ്റിയ ജോലി കണ്ടുപിടിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നത്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം നമ്മൾ പുറത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ അമ്മമാർ നമുക്ക് പെട്ടി കെട്ടി എല്ലാ സാധനങ്ങളും ഒരുക്കി തരുമല്ലോ. എൻ്റെ അമ്മ എനിക്ക് ഒന്നും ഒരുക്കി തന്നില്ല. എൻ്റെ ഒരു തുവാല പോലും അമ്മ എനിക്ക് ഒരുക്കി തന്നില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്തേ. പക്ഷേ അമ്മ എനിക്ക് ഒരു കാര്യം തന്നു, മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും. ഈ 3 കാര്യങ്ങൾ മാത്രമേ അമ്മ എനിക്ക് ഒരുക്കി തന്നുള്ളൂ. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇത് കൈവച്ചോ, നിൻ്റെ എല്ലാ തടസ്സവും മാറുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ പോയ വിസ വെച്ചിട്ട് എനിക്ക് ഒരു ജോലിയും കിട്ടത്തില്ല. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്കെന്താണോ, ഞാനൊരു ടീച്ചറാണ്, എനിക്കൊരു ടീച്ചിങ് പ്രൊഫഷനിൽ ഈ വിസ വെച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. 3 മാസം ഞാൻ ജോലി ചെയ്യാതെ അവിടെ ഇരുന്നു. എങ്കിലും എനിക്ക് അമ്മ എടുത്ത ഉടമ്പടിയിൽ അമ്മ വീട്ടിലിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയ്ക്കൊന്ന് തീരെ വയ്യാത്ത സമയമാണ്, എങ്കിലും അമ്മ ഇഴഞ്ഞും വലിഞ്ഞും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഉപവാസം എടുക്കുന്നതൊക്കെ എനിക്കറിയാം. അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, പക്ഷേ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. പക്ഷേ ചെല്ലുന്നിടത്തെല്ലാം ഓക്കെയാണ്, നിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ, നിൻ്റെ പെർഫോമൻസ് കൊള്ളാം, നമ്മൾ ജോലി തരാൻ തയ്യാറാണ്, പക്ഷേ നിൻ്റെ വിസയ്ക്ക് നമുക്ക് നിന്നെ ഇവിടെ ഹയർ ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് പറയുന്നത്. അങ്ങനെ 3-4 സ്കൂൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ആകെ വിഷമിച്ചു. എന്നാലും ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്തിട്ട് ഞാൻ ഒച്ചത്തിൽ എൻ്റെ മുറിയിലിരുന്ന് ഒച്ചത്തിൽ ചൊല്ലുമായിരുന്നു. ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ, ഞാൻ എൻ്റെ അമ്മ ഉപവാസം എടുക്കുന്ന പോലെ അല്ലെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, എങ്കിലും എനിക്ക് എൻ്റെ ചെവിയിൽ ഇത് മുഴങ്ങുന്ന പോലെ ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു സ്കൂൾ വന്നു. സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ ഇടത് കയ്യിൽ മുറുക്ക ഞാൻ പിടിച്ചു. എൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ എന്നെക്കൊണ്ട് ഡെമോ ക്ലാസ് എടുപ്പിച്ചു. ഇതിലെല്ലാം ഞാൻ എൻ്റെ ഒരു കയ്യിൽ മാർക്കറും എൻ്റെ ഇടത് കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സോന ഓക്കെയാണ്, നിൻ്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, ഞാൻ നിനക്ക് ജോലി തരാം, നിൻ്റെ വിസ എനിക്കൊരു പ്രശ്നമല്ല, നിനക്ക് ഞാൻ ജോലി തരാം, പക്ഷേ 1 വർഷം ഞാൻ നോക്കും, 1 വർഷം നോക്കിയിട്ട് നിൻ്റെ ആരെങ്കിലും പേരൻസോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് തരുമോ, അല്ലെങ്കിൽ നിനക്ക് സ്കൂളിൻ്റെ ഡിസിപ്ലിൻ മാനേജ് ചെയ്യാൻ പറ്റുമോ, അതിന് സാധിക്കില്ല എങ്കിൽ നിനക്ക് ഞാൻ വിസ തരില്ല, 1 വർഷം കൊണ്ട് നിൻ്റെ എല്ലാം ഇവിടെ നിന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പ്രിൻസിപ്പൾ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, കൊച്ചു ധൈര്യമായിട്ട് പൊക്കോ, എന്നും പോകുമ്പോൾ ഉപ്പ് എടുത്ത് പ്രാർത്ഥിക്കണം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഉപ്പും കൊണ്ട് നീ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. ഞാനിതെല്ലാം ചെയ്യുമായിരുന്നു.
1 വർഷം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നാട്ടിലേക്ക് പോക്കോ, നാട്ടിലേക്ക് ചെന്നിട്ട് നിനക്ക് ഞാൻ ഇവിടുന്ന് നിൻ്റെ വിസ ക്യാൻസലാക്കി നീ നാട്ടിൽ പോക്കോ, നിനക്ക് ഞാൻ പുതിയ നിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള വിസ ഞാൻ നിനക്ക് തരാം, നീ നാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ അതും എനിക്കൊരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകണം, എനിക്ക് പുതിയ വിസ കിട്ടണമെങ്കിൽ, എനിക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്ന, ജോലി ചെയ്യാൻ പറ്റുന്ന വിസ കിട്ടണമെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വിസ ക്യാൻസൽ ആവണം. കറണ്ട് വിസ ക്യാൻസൽ ആവണമെങ്കിൽ അതിൽ എനിക്കൊരു സ്പോൺസറുണ്ട്. ആ സ്പോൺസർ ഏതാണെന്ന് പോലും എനിക്കറിയില്ല, ഏതോ ഒരു കുവൈറ്റ് എന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. അപ്പോൾ ഇയാളെ കണ്ടുപിടിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, എനിക്ക് ജോലി ശരിയായി, നിങ്ങൾ എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാമോ എന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ പലരോട് സഹായം ചോദിച്ചു, എൻ്റെ വിസ എടുത്ത ഏജൻറ്റിനോട് ഞാൻ സഹായം ചോദിച്ചു. ഏജൻറ്റിനോട് സഹായം ചോദിച്ചപ്പോൾ ഏജൻറ്റ് എന്നോട് പറഞ്ഞത്, ഞാൻ അയാളുടെ അടുത്ത് സ്ഥലത്ത് ചെന്ന് ഞാൻ അയാളുടെ കാല് പിടിച്ച് നിൽക്കണം എന്നൊരു രീതിയിലാണ് അയാൾ എന്നോട് സംസാരിച്ചത്. പിന്നെ ഞാൻ വേറെ പലരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ഒന്ന് എങ്ങനെയാലും ഇയാളെ ഒന്ന് കണ്ടുപിടിച്ച് എൻ്റെ വിസ ഒന്ന് ക്യാൻസലാക്കി തരാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞവരൊക്കെ എന്നോട് ഞാൻ അപ്പോൾ മേടിക്കുന്ന സാലറിയേക്കാളും 3-4 ഇരട്ടി പൈസയാണ് എന്നോട് ചോദിക്കുന്നത് ഈ കുവൈറ്റിനെ കണ്ടുപിടിച്ച് എൻ്റെ വിസ ഒന്ന് ക്യാൻസലാക്കി തരാൻ. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നേരെ ചെന്ന് നിന്നിട്ട് എൻ്റെ റൂമിലെ കബോർഡിൻ്റെ അകത്ത് ഞാൻ അമ്മ തന്നുവിട്ട സാധനങ്ങൾ, മാതാവിൻ്റെ രൂപം എല്ലാം വെച്ച് ഞാനൊരു രൂപക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മതി, ഇനി ഞാൻ ആരുടെയും കാല് പിടിക്കാൻ പോകത്തില്ല, എനിക്കിതുകൊണ്ട് തന്നെ മതി, നീ പോയി എൻ്റെ ഈ സിവിൽ ഐഡിയയിൽ ഏത് കുവൈറ്റിയുടെ ആണോ പേരെഴുതിയേക്കുന്നത് നീ പോയി കണ്ടുപിടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ മാതാവിനോട്. അല്ല ഞാൻ അവിടെ നിന്ന് കരയുവോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല, ഒരു പ്രാർത്ഥനയും ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ കബോർഡ് തുറന്നിട്ട് മാതാവിനോട് പറഞ്ഞു, നീ ചെല്ല, ഈ കുവൈറ്റ് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ ചേട്ടനുണ്ട്, അപ്പോൾ ചേട്ടന് ഞാനും കൂടെ വണ്ടിയെ കയറിയപ്പോൾ ഞാൻ കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചില്ല, എനിക്ക് തരണേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. കാരണം എനിക്കറിയാം മാതാവ് എനിക്ക് അവിടെ ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്, മാതാവ് ആ വീട്ടിൽ നിൽപ്പുണ്ട്, ആ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചെടുത്ത് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഞാനത് പോയി എടുത്താൽ മതി എന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്കങ്ങനെ അവിടെ ഉള്ളവർക്കറിയാം, അങ്ങനെ ഒരുപാട് കുവൈറ്റുകളൊക്കെ താമസിക്കുന്നിടത്ത് പോയി നമുക്കൊരു കുവൈറ്റ് ഏതാണെന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അതൊക്കെ അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും, നമ്മൾ പിന്നെ ജയിലിലായിരിക്കും. ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു, നീ ഒരിക്കലും അയാളെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെയുള്ള ചേട്ടനോട് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ ഈ മുംബൈയിലൊക്കെ പോകുമ്പോൾ കലികളെന്നൊക്കെ പറയുന്നു, അതുപോലെ ഇടുങ്ങിയ 100 വീടുകൾ, ഈ 100 വീടുകൾ 100-150 വീടിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആകെ അറിയാവുന്നത് ഒരു പേര് മാത്രമേ ഉള്ളൂ. ഈ 150 വീടിനകത്ത് ഏതാ ഈ വ്യക്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മൾ ചേട്ടാ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടി എടുത്തു, ഏതാണ്ട് ഇടുങ്ങിയ വഴിക്കൂടെയൊക്കെ അങ്ങോട്ട് ഇടത്തേക്ക് പോയി വലത്തേക്ക് പോയി നേരെ പോയി എങ്ങോട്ടോ ചെന്ന് നിന്ന് ഒരു വീടിൻ്റെ ഫ്രണ്ട് കണ്ടു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ മതി, ഇത്രയും പോയത് മതി, നമുക്ക് ഇറങ്ങി ആ വീട്ടിൽ പോയി അഡ്രസ്സ് ഏതാ ഈ കാർഡ് കൊടുത്തിട്ട് ഈ പേരുള്ള ആരെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുവൈറ്റിയുടെ അടുത്ത് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു, വഴി നിൽക്കുന്ന ഒരു കുവൈറ്റ്, ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുവൈറ്റ് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് അയാളോട് ഇറങ്ങി ചോദിക്കാം. പക്ഷെ അങ്ങനെ ചോദിക്കുന്നതും വലിയ തെറ്റാണ്. അയാൾ ഏതെങ്കിലും പോലീസിനെ റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലായി, ജയിലിലായി. എങ്കിലും ഞാൻ എൻ്റെ ഇടത് കയ്യിൽ മാതാവിനെ മുറുക്കെ പിടിച്ചിട്ട് ഞാൻ അയാളോട് എൻ്റെ കാർഡ് കൊടുത്തിട്ട് ചോദിച്ചു, ഇയാളെ അറിയുമോ എന്ന് ചോദിച്ചു. അന്നേരം അയാൾ എന്നോട് പറഞ്ഞു, ഇത് അയാളുടെ വീടെന്ന്. എനിക്കിപ്പോഴും അറിയില്ല അതെന്ത് അത്ഭുതമായിരുന്നു എന്ന്. ഞാൻ ഇടത്തേക്കും വലത്തേക്കും നേരെ പോയി നിന്നത് എൻ്റെ കാർഡിനകത്തുള്ള ആളുടെ വീട്ടിൽ. അപ്പോൾ എൻ്റെ നിന്ന് കാർഡ് മേടിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ടീച്ചറായിട്ട് തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്കിനി നിങ്ങളുടെ വിസയുടെ ആവശ്യമില്ല. അയാളോട് ഞാൻ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു, എനിക്കിനി ആവശ്യമില്ല, നിങ്ങൾ എനിക്കൊന്ന് ക്യാൻസലാക്കി തരാമോ എന്ന് ചോദിച്ചു. ഉടനെ അയാൾ എന്നോട് പറഞ്ഞു, നിൻ്റെ വിസയും പാസ്പോർട്ടും ഇവിടെ തന്നിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയവും തോന്നിയില്ല, കാരണം ഞാൻ അത്രയും ഇത് മാതാവ് തന്നതാണ്. ഞാൻ ഉടനെ എൻ്റെ വിസയും പാസ്പോർട്ടും ഞാൻ അയാളുടെ കൈ കൊടുത്തിട്ട് പോയി. നേരം വെളുത്ത് കുവൈറ്റിലെ ഓഫീസ് തുറന്ന് ആദ്യത്തെ എൻ്റെ പേപ്പർ അയാൾ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഒരു മാസത്തെ എക്സ്റ്റൻഷൻ അടിച്ചു തന്നിട്ട് അയാൾ എന്നെ ഫോൺ വിളിച്ചു. ഒരിക്കലും കുവൈറ്റ് അങ്ങനെ ചെയ്യില്ല. എന്നെ ഫോൺ വിളിച്ചു, എൻ്റെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സോന, നിനക്ക് വേണ്ടി ഞാൻ 1 മാസത്തെ എക്സ്റ്റൻഷൻ അടിച്ചിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും കുവൈറ്റിൽ തീർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് തീർത്തിട്ട് 1 മാസത്തിനുള്ളിൽ കയറിപ്പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ സ്കൂളിൽ ചെന്ന് പറഞ്ഞു. അതിൽ സ്കൂളിൽ എന്നോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് കയറിപ്പോക്കോളാൻ പറഞ്ഞു. ഞാൻ നാട്ടിൽ ഇവിടെ വന്നു കയറി പിറ്റേ
പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നതാണ്, എനിക്ക് വിസ വന്നു, എൻ്റെ പ്രോപ്പർ വിസ എനിക്ക് അപ്രൂവ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അപ്പം തന്നെ ഞാൻ പ്രിൻ്റ് ഔട്ടും എടുത്ത് മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് സാക്ഷ്യം പറയാനുള്ള ധൈര്യമില്ല. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്തൊന്ന് പൊക്കി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതാ എൻ്റെ വിസ എന്ന് ഞാൻ പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞത് എൻ്റെ വിസ മാറുവാണെങ്കിൽ എൻ്റെ പുതിയ വിസയുമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വരാമെന്നല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ പൊക്കി കാണിച്ചിട്ടുണ്ട്, ഇതാ എൻ്റെ വിസ, ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വിട്ടായിരുന്നു, ഇവിടെ ഒരു കടികാരത്തിൻ്റെ മാതാവുണ്ട്, അവിടെ പോയി നീ ഒരു സമയം വെച്ചിട്ട് നീ എന്ത് ചോദിച്ചാലും നിനക്ക് കിട്ടുമെന്ന് അമ്മ എന്നോട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ അവിടെ പോയി മാതാവിനോട് പറഞ്ഞു. അന്ന് ഞാൻ ഓഗസ്റ്റിലാണ് വന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അടുത്ത ഓഗസ്റ്റ്, അതായത് ഈ ഓഗസ്റ്റ്, അപ്പോൾ അമ്മ ഇങ്ങനെ നമുക്കൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അന്നേരം അടുത്ത ഓഗസ്റ്റിൽ ഞാൻ നിൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഞാൻ പുതിയ വീട്ടിൽ നിന്നായിരിക്കണം വരുന്നതെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ജൂലൈയുടെ അവസാനമായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞത് ഓഗസ്റ്റ് ഞങ്ങളെ വീട്ടിലായിരിക്കണം എന്നാണ് മാതാവിനോട് പറഞ്ഞിട്ട് പോയി. ജൂലൈ അവസാനമായി, പക്ഷേ ഞങ്ങൾക്ക് കയറി താമസത്തിലേക്ക് ഞങ്ങളൊന്നും, വീടൊക്കെ ശരിയായി, കയറി താമസത്തിലേക്ക് മാറിയില്ല. പക്ഷേ ജൂലൈ തീരുന്ന ആ സമയമായപ്പോഴത്തേക്ക് ഓടിപ്പിടച്ച് ഞങ്ങൾക്ക് കയറി താമസം വെക്കേണ്ട ഒരു സാഹചര്യം മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അതായത് ഓഗസ്റ്റ് 1 മുമ്പ്, ഞാൻ മാതാവിന് വെച്ച സമയം പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങൾ പുതിയ വീട്ടിലായി. ഇനി അതുപോലെ തന്നെ അനിയത്തിയുടെ സാക്ഷ്യമുണ്ട്, പക്ഷെ അവൾ ഇത് വരാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് സാക്ഷ്യം നമ്മൾ പറയുന്നില്ല. എന്നാലും എല്ലാവിധ അനുഗ്രഹം, മാതാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന പത്രം എല്ലാവർക്കും കൊടുക്കുമ്പോൾ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ സാക്ഷ്യപ്പെടുത്തിയാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. ഞാൻ ജീവകാരുണ്യ പ്രവൃത്തികൾ ഞാൻ രോഗികളെ സന്ദർശിക്കാറുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് തൊഴിലില്ല, മക്കൾ തരുന്ന വരുമാനത്തിൽ നിന്നാണെങ്കിലും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അവർക്ക് പണമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പാലിയേറ്റീവുകാരുടെ കൂടെ പോകാറുണ്ട്, രോഗികളെ കാണാനും അവരോട് സംസാരിക്കാനൊക്കെ ഞാൻ പാലിയേറ്റീവുകാരുടെ കൂടെ പോകാറുണ്ട്. വസ്ത്രങ്ങളില്ലാത്തവർക്ക്, എന്നോട് പറയുന്നവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കുട്ടികളുടെ കയ്യിൽ നിന്നാണെങ്കിലും വാങ്ങിച്ച്, ഒത്തിരി പഴയതല്ലാത്ത നല്ല നല്ല വസ്ത്രങ്ങൾ ഞാൻ മിക്കവർക്കും തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മുൻപൊക്കെ നേരത്തെയൊക്കെ ആണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപൊക്കെ പലതവണ സന്ധ്യാപ്രാർത്ഥനകളൊക്കെ മുടക്കാറുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും എനിക്ക് സന്ധ്യാപ്രാർത്ഥനകളൊന്നും മുടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാ ദിവസവും ഇത്തിരി താമസിച്ചാൽ പോലും എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാതെ ഒരിക്കലും ഞാൻ ഇരിക്കാറില്ല. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കായി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മഹത്വത്തിനായിട്ട് ഈശോ സ്വീകരിക്കട്ടെ. എൻ്റെ പേര് അന്ന റോബിൻ. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപത ഇടവക അംഗമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് 19 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജർമ്മൻ ഭാഷ പരീക്ഷ പാസ്സാവണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് 3 വർഷമായി. 2022 ഞാൻ എൻ്റെ +2 കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോയിത്തെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. അവിടെ പഠിച്ച് ഞാനൊരു 4 തവണയോളം പരീക്ഷ എഴുതി. 4 തവണ പരീക്ഷ എഴുതിയപ്പോഴും എനിക്ക് B1 കിട്ടിയില്ല, B2 കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാനിപ്പോൾ പാസ്സാകുന്നത്. കാരണം എനിക്ക് +2 92%, 10 എനിക്ക് 98% ഉണ്ടായിരുന്നു. അപ്പം എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മാർക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ഒറ്റ വർഷം കൊണ്ട് ജർമ്മൻ പരീക്ഷ ഇപ്പോൾ പാസ്സാകുമെന്ന്. അങ്ങനെ ഞാൻ ഗോയിത്തെ പരീക്ഷ 4 തവണ എഴുതി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി പറഞ്ഞു, കൊച്ചേ നീ പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ എല്ലാവരും ഉടമ്പടി എടുത്ത് പാസ്സാകുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ 2023 ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കലിനുള്ള ഉടമ്പടി എടുക്കാനുള്ള ടോക്കണൊക്കെ എടുത്തു. പക്ഷേ ഞാൻ ക്ലാസ് കൂടിയില്ല. അപ്പോൾ ഞാൻ ക്ലാസ് കൂടിയില്ല. ക്ലാസ് കൂടാതെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജിയാണെന്ന് പെട്ടെന്ന് തോന്നി. അതെന്നെക്കൊണ്ട് ചെകുത്താൻ തോന്നിച്ചതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഞാനിത് പത്രവും മേടിച്ച് ഇവിടെ ചുമ്മാ വെച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അപ്പാവൻ പറഞ്ഞു, നീ എന്തിനാ അവിടെ പോകുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മാതാവല്ല ഒരുപോലെ അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പരീക്ഷ എഴുതി.
2-3 തവണയൊക്കെ. പക്ഷെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും സെൻറ്റർ കിട്ടുന്നില്ലായിരുന്നു. കോൽഹാപൂർ, ബാംഗ്ലൂർ, അങ്ങനെ കുറേ എടുത്ത് പോയി പരീക്ഷ എഴുതി, ഒരുപാട് പൈസ ചിലവായി, എന്നിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് നോർക്ക് വഴി പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടി. അപ്പോൾ നോർക്ക് വഴി പോകാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവൊക്കെ ഗവൺമെൻറ് നോക്കുമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ 38 പിള്ളേരാണ് നോർക്കയ്ക്ക് വെച്ചത്. അപ്പോൾ ആദ്യം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ പരീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിലും ഞാൻ പാസ്സായി. ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 38 പിള്ളേരിൽ 35 പിള്ളേരെ അവരെടുത്തു. പക്ഷേ ആ 3 പേരെ അവർ ഒഴിവാക്കിയതിൽ ആ ഒരാൾ ഞാനായിപ്പോയി. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, അതെന്നാ ഞാൻ നന്നായിട്ടല്ലേ പെർഫോം ഒക്കെ ചെയ്തത്? അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അല്ല കൊച്ചേ, നിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നിനക്കൊരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. ബാക്കി 2 പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആഗ്രഹം പോലും ഇല്ലായിരുന്നു ഇത് നോർക്കെ വഴി പോകണമെന്ന്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ അവസാനം എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ വരാതെ ഒന്നും നടക്കില്ല എന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പം ഞാൻ പരീക്ഷ എഴുതി. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ജോസഫ് അച്ഛനെ കണ്ട് ഇവിടെ വന്ന് കാശുരൂപം വെഞ്ചരിച്ച് ഞാൻ കൊണ്ടുപോയി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് B1 ഫുൾ മൊഡ്യൂൾ കിട്ടി. B1 ഫുൾ മൊഡ്യൂൾ കിട്ടിയപ്പോഴും എൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ കൽപ്പനകളൊന്നും പാലിക്കാതെയായി, പ്രാർത്ഥിക്കുന്നത് കുറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ B2 എഴുതി. B2 2 തവണ എഴുതി, കിട്ടിയില്ല. അപ്പോഴത്തേക്കും പിന്നെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു മെയ് മാസം 31-ന് ഞാൻ പരീക്ഷ പാസ്സായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഗോയിത്തെ എക്സാം വേണ്ടാന്ന് വെച്ച് OST എക്സാം പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവിടെ പോയി അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത്. ഈ പരീക്ഷ എഴുതിയിട്ട് 31-ാം തീയതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 31-ാം തീയതി കിട്ടുമെന്ന് എനിക്ക് യാതൊരു ചാൻസും ഇല്ലായിരുന്നു. കാരണം മെയ് മാസം 26-ന് എക്സാം. അപ്പോൾ എക്സ്പ്രസ് കറക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് റിസൾട്ട് വരും. പക്ഷേ പൈസ കൂടുതൽ കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ 10ാമത്തെ B2 പരീക്ഷ, B1 B2 കൂടെ ആയിട്ട് എൻ്റെ 10ാമത്തെ പരീക്ഷയാണ് എഴുതുന്നത്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബറിൽ എനിക്ക് പോകാൻ പറ്റില്ല, അടുത്ത വർഷമാണെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം എനിക്ക് 4ാമത്തെ വർഷം, ഒരു കോഴ്സ് തീരേണ്ട സമയമായതുകൊണ്ട് എനിക്കും ആകെ ഒരു ടെൻഷനായിരുന്നു. അപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെ വണക്കമാസം ഞാൻ എന്നും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. വണക്കമാസത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ക്യാൻഡിൽ ലൈറ്റ് പ്രെയറിൽ ഒരു റിക്വസ്റ്റ് ഇട്ടു, എനിക്ക് 31-ാം തീയതിക്ക് ഉള്ളിൽ എൻ്റെ പരീക്ഷ പാസ്സായി വരണമെന്ന്. അങ്ങനെ 30-ാം തീയതി വൈകിട്ട് എനിക്ക് റിസൾട്ട് വന്നു. അപ്പോൾ തന്നെ ഞാൻ റിസൾട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തപ്പം 31-ാം തീയതി പരിശുദ്ധ അമ്മ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ എനിക്ക് തന്നു. അങ്ങനെ ഇപ്പം അടുത്ത മാസം സെപ്റ്റംബർ 4-ന് ഞാൻ ഓസ്ട്രിയയിൽ BSc നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് ജർമ്മൻ പരീക്ഷ പാസ്സാക്കി തന്നു. ഞാൻ എൻ്റെ വിസയ്ക്ക് പോയപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഒക്കെ ഞാൻ നേർച്ച വസ്തുക്കളായിട്ട് ഉപ്പും തൈലവും ഉണ്ടായിരുന്നു. തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുമ്പോൾ എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കയ്യിൽ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഓരോ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനും ഒക്കെ ഞാൻ പോയത്. ഞാൻ അടുത്തതായിട്ട് ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദേവാലയ നിർമ്മാണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഒരു ചെറിയ അന്യാതുളു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 38 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. 38 വീട്ടുകാർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. ഞങ്ങൾക്കൊരു പള്ളി പണിയാനായിട്ട് ഒരു സാമ്പത്തികമായിട്ടൊന്നും തന്നെയില്ല. അപ്പോൾ ഞങ്ങളുടെ പള്ളി സിറ്റിയിൽ ഏറ്റവും താഴെ ഇരിക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം മലമുകളിലാണെന്ന് പറയുന്ന പോലെ. പക്ഷേ ഞങ്ങളോട് എല്ലാ അച്ഛന്മാരും വന്നിട്ട് ചോദിക്കും, പിന്നെ പള്ളി താഴെ ഇരിക്കുന്നത്. നാട്ടുകാരൊക്കെ ചോദിക്കും, ഈ പള്ളി കുർബാനയുണ്ടോയെന്ന്. അത്ര മോശമായിട്ടായിരുന്നു കിടക്കുന്നത്. ഒരു പള്ളി പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിൽ പൈസയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എന്നാലും പ്രാർത്ഥനയ്ക്കൊന്നും ഞങ്ങൾക്ക് കുറവൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അഖണ്ഡ ജപമാലയും അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപം വെച്ച് പ്രദക്ഷിണമൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ അച്ചാറിട്ടു. അങ്ങനെ പള്ളിക്ക് ആകെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റു. എന്നാലും ആകെ കൂടി 50 ലക്ഷമേ വന്നുള്ളൂ. ഞങ്ങൾക്ക് ഫില്ലറിൽ പള്ളി മേളിൽ വരണമെന്നുണ്ടെങ്കിൽ 1.5 കോടിയോളം രൂപയാകുമായിരുന്നു.
അപ്പോൾ 1.5 കോടി ഇല്ലാത്തോടെ രൂപതയെന്ന് പറഞ്ഞു താഴെ തന്നെ ഒരു പള്ളി പണിതോളാൻ. പക്ഷെ താഴെ തന്നെ പള്ളി പണിത പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത്തിൻ്റെ അടുത്തായതുകൊണ്ട് വീണ്ടും ഈർപ്പം കയറി പള്ളി 4-5 വർഷം കൊണ്ട് പഴയ പോലെ തന്നെയാകും. അപ്പോൾ കുറേ കുടുംബങ്ങൾ ഞങ്ങളെ ഇടവകയിൽ നിന്ന് പോയി തുടങ്ങി വേറെ നല്ല പള്ളിയിലോട്ട്, അവിടെ നല്ല പള്ളിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾക്കും പേടിയായി, ഇനി ഈ പള്ളി ഇങ്ങനെ നിന്ന് പോവുമോ എന്നൊക്കെ ഓർത്ത്. അങ്ങനെ ഞങ്ങളെന്നാലും ഞങ്ങളെ വികാരിയച്ഛനും ഞങ്ങളെ ഇടവക്കാരും ഒന്നും പ്രാർത്ഥന മുടക്കിയില്ല. ഞങ്ങൾ അഖണ്ഡ ജപമാലയും അഖണ്ഡ ജപമാല ഞങ്ങൾ ഓരോ വീട്ടുകാരായിട്ട് വന്നിരുന്ന് ചെല്ലി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു നല്ല മനുഷ്യന് എന്തോ തോന്നി, ആ പുള്ളി ഞങ്ങൾക്ക് 55 ലക്ഷം രൂപ ഞങ്ങളുടെ പള്ളിക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞു. 55 ലക്ഷം രൂപ. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു കോടിയോളം ഞങ്ങളുടെ പള്ളിക്ക് പൈസ ആയിട്ടുണ്ട്. പിന്നെ രൂപതയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു. പിന്നെ പള്ളി പണിയുവാണെങ്കിൽ ഞങ്ങളെ സ്ഥലത്തുള്ള മറ്റു മതസ്ഥരും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രൂപത എൻജിനീയർ വന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മെത്രാൻ വന്ന് ഞങ്ങൾക്ക് തറക്കല്ലിട്ടു. പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ഇനി ദേവാലയം പണിയാൻ പറ്റുമെന്ന് 100% ഉറപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ ഞാൻ താമസിച്ച ഹോസ്റ്റലിനടുത്തായിട്ടൊരു വൃദ്ധസദനം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ശനി ഞായറും ഞാൻ അവിടെ പോയിട്ട് പ്രായവരെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു. ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ട് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജർമ്മൻ പത്രം എല്ലാവരും കൊടുത്തു. പിന്നെ എൻ്റെ നാട്ടിൽ തമിഴ്നാട്ടുകാരും ഉണ്ട് മലയാളികളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ തമിഴ് പത്രവും മലയാളം പത്രവും മേടിച്ച് എല്ലാവരും വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് എല്ലാവരും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ഒരുപാട് പേരെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി വെച്ച മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ 10ാം ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവന് മോഡൽ പരീക്ഷ വരെ ആകെ കിട്ടിയത് 20% മാർക്കാണ്. 20% കൊണ്ട് സ്കൂളുകാർ പറഞ്ഞ് വെറുതെ പരീക്ഷ എഴുതുന്നതാണ്. 80% ഒരു 60% കിട്ടിയാലേ ജയിക്കുകയുള്ളെന്ന്. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയനെയും കൊണ്ടുവന്ന് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അന്ന് SLC +2 പിള്ളേരെ അച്ഛൻ തലയ്ക്ക് പിടിച്ച് അനുഗ്രഹിക്കുകയും അതുപോലെ കാശുരൂപം കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നും അവനൊരു ഭാഗ്യം ലഭിച്ചു. അവനൊരു കാശുരൂപം കിട്ടി. അവൻ ആ കാശുരൂപം കൊണ്ട് പോയി പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പം അവന് 20% ഉണ്ടായിരുന്നു, അവന് 80% മാർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ അവന് കൊമേഴ്സിന് +1 അഡ്മിഷനും കിട്ടി. പിന്നെ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യമായിരുന്നു എൻ്റെ അമ്മയുടെ സൈനറ്റിസിസ്. അമ്മയ്ക്ക് 20 വർഷമായിട്ട് സൈനറ്റിസിസ് ഉണ്ടായിരുന്നു. അപ്പം ചൂടുള്ളതോ തണുത്തതോ ഒക്കെ കഴിച്ച് കഴിയുമ്പോഴും അതുപോലെ തന്നെ വെയിൽ കൊണ്ടാലും ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര തലവേദന, പിന്നെ ഛർദി, പ്രഷർ കുറയുന്നു. ആദ്യമൊക്കെ കുറേ മരുന്നൊക്കെ കഴിച്ചു. പിന്നെ മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം പോകുന്നല്ലാതെ വേറെ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു ഇനിയിപ്പം വേണ്ട, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജനുവരിയിൽ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഉടമ്പടി ഫോണിൽ നോക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര തലവേദന, ഫോണിൽ പോലും ഉടമ്പടി ധ്യാനം കൂടാൻ പറ്റാത്തത്ര വയ്യാഴികയായിരുന്നു. അപ്പോൾ അമ്മ ചൊവ്വാഴ്ച ദിവസത്തെ ഉടമ്പടി അമ്മയ്ക്ക് തലവേദന കാരണം അമ്മ വെള്ളിയാഴ്ച ദിവസമാണ് കൂടിയത്. വെള്ളിയാഴ്ച ദിവസം ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിന് മധ്യേ അച്ഛൻ പറഞ്ഞു ഒരുപാട് തലവേദനയുള്ളവർ സൈനറ്റിസിസ് പോലെയുള്ള അസുഖം അനുഭവിക്കുന്നവർക്കൊക്കെ വേദന കുറയുമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഓൺലൈനായിട്ട് ധ്യാനം കൂടിയപ്പോൾ അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം 3-4 മാസമായി. അമ്മയ്ക്കിപ്പം തണുപ്പുള്ളതോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നം അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം ലഭിച്ചു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി കൊണ്ടുണ്ടായെന്ന് പറഞ്ഞ ഒരു മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതായിരുന്നു. എനിക്ക് എന്നിലൊരു വിശ്വാസമായിരുന്നു. കാരണം ഞാനൊരു പരിപാടിക്ക് പോയി എനിക്ക് ഫസ്റ്റ് കിട്ടും, മാർക്ക് പരീക്ഷ എഴുതിയ എല്ലാം കിട്ടും, അങ്ങനെ ഒരു കോൺഫിഡൻസിൽ നിന്നും എനിക്ക് ദൈവവും ഇല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല എന്നൊരു വിശ്വാസം എനിക്ക് വന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാനും ജപമാല ചെല്ലാനും. എൻ്റെ വീട്ടിൽ ജപമാല ചെല്ലുന്നില്ല, ഞങ്ങൾ കരുണക്കൊന്തയൊക്കെ ചെല്ലുന്നുള്ളായിരുന്നു. അപ്പം വീട്ടിൽ കൂടുതലായിട്ട് കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ഉൾപ്പെടുത്താനും അങ്ങനെയൊക്കെ സാധിച്ചു. പരിശുദ്ധ അമ്മ ഈശോയായിട്ടും ഒരുപാട് അടുക്കാൻ സാധിച്ചു. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി.